This call is now being recorded. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യോ? 15. Okay, can we start? ഹലോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, sir. ഓക്കെ, നമ്മൾ രാവിലെ പറഞ്ഞ ക്വസ്റ്റ്യൻ, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് യൂണിവേഴ്സിറ്റിക്ക്. അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ബൈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ആൻഡ് ഡ്രോ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. സോ നമുക്ക് തന്നിരിക്കുന്ന ഇത് എത്ര സ്പാൻ ആണ്? എ ബി ഒരു സ്പാൻ, ബി സി സെക്കൻഡ് സ്പാൻ ആൻഡ് സി ഡി ആൻഡ് ഓവർ ഹാങ്ങിങ് പോർഷൻ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഫിക്സഡ് എൻഡ് മൊമെന്റ്. അപ്പോൾ ഫിക്സഡ് എൻഡ് മൊമെന്റ് നമുക്ക് എയിൽ കാൽക്കുലേറ്റ് ചെയ്യാം, എം എഫ് എ ബി എന്ന് പറഞ്ഞിട്ട്. ബിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം, എം എഫ് ബി എന്നും എം എഫ് ബി സി എന്നും പറഞ്ഞ് രണ്ട് മൊമെന്റ്സ് വരും ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ. ഇനി സി സപ്പോർട്ടിൽ എം എഫ് സി ബി എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാം. എം എഫ് സി ഡി എന്ന് പറഞ്ഞൊരു ഫിക്സഡ് ആൻഡ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യില്ല, ബിക്കോസ് സി ഡി എന്ന് പറയുന്നത് ഒരു ഓവർ ഹാങ്ങിങ് പോർഷൻ ആണ്. ഓവർ ഹാങ്ങിങ് പോർഷനിൽ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് ഉണ്ടാകില്ല. അതും കൂടെ ഒന്ന് ഓർത്തിരുന്നോണം. എം എഫ് സി ഡി എന്ന് പറഞ്ഞ് ഒരു വാല്യൂ ഇല്ല, ബിക്കോസ് സി ഡി എന്ന് പറയുന്നത് ഓവർ ഹാങ്ങിങ് പോർഷൻ ആണ്. അപ്പൊ നമുക്ക് ആദ്യം എം എഫ് എ ബി നോക്കാം. എം എഫ് എ ബി എന്ന് പറയുന്നത് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയതുകൊണ്ട് ഫിക്സഡ് ആൻഡ് മൊമെന്റിന്റെ വാല്യൂ WL²/12. ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് എ ബി എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ 20 × 6² / 12 is equal to -60 kilonewton meter. ഇനി അടുത്തത് എം എഫ് ബി എ. എം എഫ് ബി എ എന്താണ്? WL²/12 ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ 60 ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ, WL² എന്ന് എഴുതണം. ഞാനിവിടെ എഴുതിയില്ലെന്നേ ഉള്ളൂ, ആ സ്റ്റെപ്പ് എഴുതണം. ഇനി എം എഫ് ബി സി. ബി സിയുടെ ഫിക്സഡ് ആൻഡ് മൊമെന്റിന്റെ ഇക്വേഷൻ WL/8. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് -WL/8. 80 × 4/8 is equal to -40 kilonewton meter. ഇനി എം എഫ് സി ബി അത് WL/8 ആണ്, +40 kilonewton meters. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ്. അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഏതൊക്കെ വരും? ഏതൊക്കെയാണ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസിൽ വരുന്നത്? ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പറയാമോ? സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഏതൊക്കെ വരുമെന്ന്? സോ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്താലും മതി. ഏതൊക്കെയാ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ് വരുന്നത്? ഹലോ, so anyone please respond. Slope deflection equations.
നമ്മളത് പഠിച്ച് തീരാറായി. ആരെങ്കിലും ഒന്ന് പറഞ്ഞേ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻസ്. MFAB plus 2 EI by L into 2 theta A plus theta B. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഓരോന്നായിട്ട് പറഞ്ഞാൽ മതി, ഫുൾ ആയിട്ട് വേണ്ട. ആദ്യം ഏത് പറയും? MAB. MAB. So MAB യുടെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ MFAB MFAB plus 2 EI by L 2EI divided by L into 2 theta A into 2 theta A plus theta B. 2 theta A plus theta B. ഇനി ഇവിടെ തീറ്റ എയുടെ വാല്യൂ എന്തായിരിക്കും? 0. തീറ്റ എ will be 0. എന്തുകൊണ്ടാണ് തീറ്റ എ 0 എന്ന് കൊടുക്കാൻ കാര്യം? ഫിക്സഡ് എൻഡില് നമുക്ക് എന്തില്ല, സ്ലോപ്പ് ഇല്ല. അതുകൊണ്ട് തീറ്റ എ വാല്യൂ 0. ഇനി ഐയുടെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കണം? ഐക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഐ ക്വസ്റ്റ്യൻ 2i എന്നാണ്. അപ്പോൾ അവിടെ 2i വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി ലെങ്ത് എ ബി ലെങ്ത് എത്രയാ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്? 6 മീറ്റേഴ്സ്. ഇനി MFABയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. MFABയുടെ വാല്യൂ -60. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. MAB -60 plus 4 EI by 6 into theta B. നമുക്ക് -60 4/6നെ 2/3 EI theta B എന്ന് എഴുതി. ഇനി അടുത്തത് MBAയുടെ ഇക്വേഷൻ MFBA plus 2 EI by L 2 theta B plus theta A. തീറ്റ എ നമ്മൾ 0 കൊടുത്തു, ബിക്കോസ് ഫിക്സഡ് എൻഡിൽ തീറ്റയുടെ വാല്യൂ 0 ആണ്. തീറ്റ എന്ന് വെച്ചാൽ സ്ലോപ്പ് ആണ്. ഇനി MFBയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, +60 2EI by 6 into 2 theta B. അത് നമ്മൾ സോൾവ് ചെയ്ത് എഴുതി 60 plus 4/3 EI theta B. 60 plus 4/3 EI theta B. ഇനി അടുത്ത ഇക്വേഷൻ ഏതാ എഴുതണ്ടേ? നെക്സ്റ്റ് ഇക്വേഷൻ, അടുത്ത സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ MBCയുടെ ഇക്വേഷൻ എന്ന് പറയാമോ? MFBC plus 2 EI by L. MFBC 2EI by L The 2 theta B plus theta C. വ്യക്തമാവുന്നില്ല. MFBC plus 2EI by L 2EI by L 2 theta B plus theta C. 2 theta B plus theta C. സോ അതിനകത്ത് MFBCയുടെ വാല്യൂ -40, പിന്നെ 2EI ഡിവൈഡഡ് ബൈ L. BC ലെങ്ത് 4 meters ആണ്. അപ്പോൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എല്ലിന്റെ ഭാഗത്ത്, പ്ലസ് 2 theta B plus theta C. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. -40 പ്ലസ് EI theta B plus EI theta C ഡിവൈഡഡ് ബൈ 2. അപ്പോൾ MBCക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഇപ്പൊ MABക്ക് ഒരു ഇക്വേഷൻ കിട്ടി, MBAക്ക് കിട്ടി, MBCക്ക് കിട്ടി. 3 ഇക്വേഷൻസ് കിട്ടി. നാലാമത്തെ ഇക്വേഷൻ ആണ് MCB. MCB is equal to MFCB plus 2 EI by L 2 theta C plus theta B. ഇതിനകത്ത് MFCBയുടെ വാല്യൂ 40 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു, പ്ലസ് 2 EI ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2 theta C plus theta B. അപ്പോൾ MCB is equal to 40 plus EI theta C plus EI theta B divided by 2. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇനി അടുത്ത എന്താ ചെയ്യണ്ടേ?
അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ജോയിന്റ് Joint ഇക്വിലിബ്രിയം ജോയിന്റ് ഇക്വേഷൻ. ഇക്വിലിബ്രിയം ഇക്വേഷൻ. ആ ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷനിൽ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻസ് ഒന്ന് പറയാമോ? ഇക്വേഷൻസ് MBA plus MBC. നമുക്ക് ബി എന്ന് പറഞ്ഞൊരു ജോയിന്റ് ഉണ്ട്. അപ്പൊ MBA പ്ലസ് MBC is equal to 0. ഇനി നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. ഏതായിരുന്നു ആ ഇക്വേഷൻ? അത് ഞാൻ രാവിലെ പറഞ്ഞാണല്ലോ. MBC is equal to 0 അല്ല. സിയിൽ നമുക്ക് എന്താ CD എന്ന് പറയുന്ന പോർഷൻ ഓവർ ഹാങ്ങിങ് പോർഷൻ ഒക്കെ ഉണ്ട്. 40 × 2 അല്ല, ഞാൻ രാവിലെ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ ബി കണക്ക് ഒരു ജോയിന്റ് തന്നെയല്ലേ സിയും വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്തുണ്ട്? MCB പ്ലസ് MCD ഇസ് ഈക്വൽ ടു 0. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിനൊന്നും തെറ്റിക്കരുത്. നമുക്ക് എന്താണ് ഇവിടെ CB എന്നും പറഞ്ഞ ഒരു പോർഷൻ ഉണ്ട്, ഒരു സ്പാൻ ഉണ്ട്. CD എന്നും പറഞ്ഞൊരു ഓവർ ഹാങ് പോർഷൻ ഉണ്ട്. നമുക്ക് C എന്ന് പറയുന്നത് ഒരു ജോയിന്റ് ആയിട്ട് എടുക്കാം. അത് എൻഡ് സപ്പോർട്ട് ഒന്നും അല്ല. C എന്ന് പറഞ്ഞത് ഒരു ജോയിന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ B പോലൊരു ജോയിന്റ് തന്നെയാണ് C എന്നുള്ളത്. അപ്പോൾ MCB പ്ലസ് MCD ഇസ് ഈക്വൽ ടു 0. CD ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ആ CD എന്ന് പറഞ്ഞ പോർഷനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഓവർ ഹാങ് പോർഷനെ ഒരു മൊമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്താ? ഫോഴ്സും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും. ഫോഴ്സ് വാല്യൂ 40 ആണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 2 ആണ്. മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 40 × 2. അപ്പൊ എന്ത് വരും? 80 വരും. MCDയുടെ വാല്യൂ 80. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ എഴുതണം. അപ്പോൾ ഈ 40യുടെ എഫക്റ്റ് വിത്ത് റെഫറൻസ് ടു C എന്താണ്? ഹോഗിങ് ആണ്. 40 വന്ന് സിയിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന ബീം അപ്വേർഡ് ബെൻഡിങ് ആണ് കോസ് ചെയ്യുന്നത്. അപ്വേർഡ് ബെൻഡിങ് ആകുമ്പോൾ നെഗറ്റീവ് ആണ്. അപ്പോൾ therefore MCDയുടെ വാല്യൂ നെഗറ്റീവ് 80 ആണ് എടുക്കേണ്ടത്. അപ്പോൾ MCB is equal to 0 എന്ന് എഴുതരുത്. നമുക്ക് C കഴിഞ്ഞ് ഡിയിലേക്ക് ഒരു ഓവർ ഹാങ്ങിങ് പോർഷൻ ഉണ്ട്. അപ്പോൾ ഡി എന്ന് പറയുന്നത് ഒരു ജോയിന്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ MCB പ്ലസ് MCD ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ അവിടെ എഴുതണം. അതിനകത്ത് MCDയുടെ വാല്യൂ നെഗറ്റീവ് 80 ആണ്. 40 × 2 ആണ് മൊമെന്റ് വാല്യൂ. അത് ഹോഗിങ് കോസ് ചെയ്യുന്നത് കൊണ്ട് നെഗറ്റീവ് 80. മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? Yes, sir. Yes, sir. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ജോയിന്റ് ബിയുടെ ഇക്വേഷൻ എഴുതി MBA പ്ലസ് MBC ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. MBAയുടെ വാല്യൂ MBCയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. 7/3 EI theta B plus 1/2 EI theta C is equal to -20. Equation number 1. ഇനി ജോയിന്റ് C എടുക്കുമ്പോൾ MCB plus MCD is equal to 0. MCDയുടെ വാല്യൂ ഞാൻ പറഞ്ഞു -40 × 2 is equal to 0. So MCBയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 40 plus EI theta C plus EI theta B divided by 2. So അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. 1/2 EI theta B plus EI theta C is equal to 40. ഇനി എന്ത് ചെയ്യാണ്? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 സോൾവ് ചെയ്യുക. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ EI theta Bക്ക് ഒരു വാല്യൂ കിട്ടും, EI theta Cക്ക് ഒരു വാല്യൂ കിട്ടും. EI theta Bക്ക് ഒരു വാല്യൂ കിട്ടും, EI theta Cക്ക് വേറൊരു വാല്യൂ കിട്ടും. ഇനി എന്ത് ചെയ്യണം? EI theta B വാല്യൂ EI theta C വാല്യൂ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം?
EI തീറ്റ ബിയുടെ വാല്യൂം EI തീറ്റ സിയുടെ വാല്യൂം ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? Equation. ഏത് ഇക്വേഷൻസ്? Equation. MAB. MAB, MBA, MCB, MBC ഈ വാല്യൂസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ മൊമെന്റ്സ് കിട്ടും. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷനിലേക്ക് EI തീറ്റ ബിയുടെയും EI തീറ്റ സിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് MABക്ക് -72.8, MBAക്ക് 34.4, MCBക്ക് 80, MBCക്ക് -34.4 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ മൊമെന്റ്സ്. ഇനി MBAയുടെ വാല്യൂ MBCയുടെ വാല്യൂ നിങ്ങൾ ചെക്ക് ചെയ്യണം. രണ്ടും എന്തായിരിക്കും? സെയിം വാല്യൂ ആയിരിക്കും. ഒരെണ്ണം പോസിറ്റീവ് ആയിരിക്കും, മറ്റേത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ MBA 34.4 ആണെങ്കിൽ MBC -34.4 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും. അപ്പൊ എന്താണ്? ജോയിന്റ് ബിയിൽ നമുക്കൊരു ക്ലോക്ക് വൈസ് മൊമെന്റും ഉണ്ടാവും, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റും ഉണ്ടാവും. ബോത്ത് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടുന്നത്. MBA 34.4, MBC -34.4. സോ അതാണ് നമ്മൾ എഴുതി ജോയിന്റ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. MBA + MBC = 0. MBA കിട്ടിയത് 34.4ഉം MBC കിട്ടിയത് -34.4. ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. ഇതും കൂടെ ഒന്ന് ഓർത്തോണം. പിന്നെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡെസിമൽ കഴിഞ്ഞ് ചിലപ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും, അത് കാര്യമാക്കണ്ട. ഇപ്പോൾ 34.434 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ 34.42 എന്നൊക്കെ വന്നാലും അത് വലിയ കാര്യം വെക്കണ്ട. നിങ്ങൾ ഈ റൗണ്ട് ഓഫ് ചെയ്യുന്ന അനുസരിച്ച് ആൻസറിനകത്ത് ചെറിയ വേരിയേഷൻസ് വരും. അപ്പോൾ MBA 34.4ഉം MBC 40.5 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആൻസറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കുക. MBAക്ക് കിട്ടിയ അതേ വാല്യൂ ആയിരിക്കും MBCക്ക് കിട്ടുന്നത്. രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വാല്യൂ ആയിരിക്കും. സോ അടുത്ത നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി എന്തായിരുന്നു ചെയ്യണ്ടേ? BMD. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത് ഫ്രീ ബെൻഡിങ് മൊമെന്റ്. ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇവിടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എവിടെയൊക്കെ വരും? ഏതൊക്കെ സ്പാനിൽ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും? AB and BC. AB and BC. APBC. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു ബേസ് ലൈൻ വരയ്ക്കണം. ABയുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും? ABയുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ്, AB will act in the load യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആയതുകൊണ്ട് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് പാരബോള. വാല്യൂ എത്ര കിട്ടുന്നേ? പാരബോളയുടെ മാക്സിമം മൊമെന്റ് WL²/8. ആൻസർ WL²/8. W into L²/8. W എന്ന് പറയുമ്പോൾ 20 into 6² divided by 8. ആൻസർ എത്ര വരും? 20 into 6² divided by 8. ആരുടെയും കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ലേ? 90 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ്. ഇനി BCയില് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഷേപ്പ് എന്ത് ഷേപ്പാണ്? ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന് ട്രയാങ്കിൾ. അതിന്റെ വാല്യൂ കിട്ടുന്നത് എത്രയായിരിക്കും? ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ
സെന്ററിലാണല്ലോ 80 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം മൊമെന്റ് വാല്യൂ WL/4. WL/4 എന്ന് പറയുമ്പോൾ 80 × 4/4. ആൻസർ 80. ഈ CD എന്ന് പറഞ്ഞ പോർഷനിൽ നമുക്ക് എന്ത് വരയ്ക്കണ്ട? ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇല്ല. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് നമുക്ക് സപ്പോർട്ട്സിലെ മൊമെന്റ് വരയ്ക്കണം. അപ്പോ A എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നമുക്ക് കിട്ടിയ മൊമെന്റ് വാല്യൂ എത്രയായിരുന്നു? അല്ലെങ്കിൽ AB-യിലെ മൊമെന്റ് -72.8. ഇനി B എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നമുക്ക് 34.4-ഉം -34.4-ഉം കിട്ടി. അതെന്തായിരിക്കും കോസ് ചെയ്യുന്നത്? B എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ ഹോഗിങ് മൊമെന്റ് ആണോ സാഗിങ് മൊമെന്റ് ആണോ കോസ് ചെയ്യുന്നത്? സോ ആദ്യം നമുക്ക് എയിലെ മൊമെന്റ് വരയ്ക്കാം. 72.8. ബേസ് ലൈനിന് മുകളിലേക്ക് 72.8 മാർക്ക് ചെയ്തു. ഇനി B സപ്പോർട്ട് നോക്കിക്കേ. BA +34.4. അപ്പോൾ BA +34.4 എന്ന് പറയുമ്പോൾ പ്ലസ് ആയതുകൊണ്ട് ക്ലോക്ക് വൈസ് മൊമെന്റ്. ഇനി BC-യിൽ -34.4 ആണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. രണ്ടിന്റെയും എഫക്റ്റ് എന്താണ്? ഈ രണ്ട് മൊമെന്റ്സ് ആക്ട് ചെയ്യുമ്പോഴും ഈ ബീം മുകളിലേക്ക് ബെൻഡ് ചെയ്യാണ്. ഹോഗിങ് ആണ് കോസ് ചെയ്യുന്നത്. ഹോഗിങ് മൊമെന്റ് ആയതുകൊണ്ട് എന്തായിരിക്കും? നെഗറ്റീവ് മൊമെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ സപ്പോർട്ടിലെ നെഗറ്റീവ് മൊമെന്റ്സ് ബേസ് ലൈനിന് മുകളിലാണ് മാർക്ക് ചെയ്യുന്നത് 34.4. അപ്പൊ ഇവിടെ നമ്മൾ 34.4 കൊടുത്തു. ഇനി DC എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നമുക്കൊരു മൊമെന്റ് ഉണ്ട് -80. അപ്പോൾ C എന്ന് പറഞ്ഞ സപ്പോർട്ടിലെ മൊമെന്റും മാർക്ക് ചെയ്തു. ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്യാണ്. സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് വരച്ചു. ഓവർഹാങ്ങിന്റെ ഫ്രീ എൻഡിൽ മൊമെന്റ് ഇല്ല. അതുകൊണ്ടാണ് ആ ബേസ് ലൈനിൽ വന്ന ലൈൻ മീറ്റ് ചെയ്യുന്നത്. വരച്ചേക്കുന്നത് മനസ്സിലായോ? ഇതിന്റെ SFD വരയ്ക്കാൻ അറിയാമോ? അതോ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ അറിയാമോ? അതോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? അറിയാം സർ. ഇനിയിപ്പോ ആർക്കെങ്കിലും അറിയത്തില്ല എങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാനത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ട് അയച്ചു തരാം. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്നത് എല്ലായിടത്തും ഒരേ കണക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാത്തത്. അറിയാവുന്നവർക്ക് അത് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് സീരീസിന് ഇവിടം വരെയാണ് പോർഷൻസ്. സെക്കൻഡ് മോഡ്യൂൾ, തേർഡ് മോഡ്യൂൾ, ഫോർത്ത് മോഡ്യൂൾ, പിന്നെ ഫിഫ്ത്ത് മോഡ്യൂളിലെ ഈ ഒരു പോർഷൻ. ഇത്രയും പോർഷൻസ് ആണ് ഉണ്ടാകുക. നെക്സ്റ്റ് ഫ്രൈഡേ അല്ലേ നിങ്ങൾക്ക് എക്സാം? ആണോ? നെക്സ്റ്റ് ഫ്രൈഡേ ആണോ എക്സാം? ഹലോ, നെക്സ്റ്റ് ഫ്രൈഡേ ആണോ നിങ്ങൾക്ക് എക്സാം? അതും അറിയില്ലേ? Yes, sir.